മുൻ MD ടോമിൻ തച്ചങ്കരിയുടെ കാലത്തെ പരിഷ്കാരങ്ങളെല്ലാം തിരുത്തുകയാണ് KSRTC ഇപ്പോൾ. ആദ്യ ഡ്യൂട്ടിയും ഡബിൾ ഡ്യൂട്ടിയും എല്ലാം തിരിച്ചു വന്നു കഴിഞ്ഞു. നഷ്ടത്തിലോടുന്ന ബസ്സുകൾ വീണ്ടും ആനവണ്ടിയെ മുടിക്കാനെത്തുകയാണ്. ഇപ്പോൾ തച്ചങ്കരിയിലുള്ള ദേഷ്യത്തിന്റെ ഫലമായി പുതിയ സീറ്റുകൾ ഘടിപ്പിക്കുകയും പിന്നീട് അഴിച്ചുമാറ്റുകയും ചെയ്ത വകയിൽ KSRTCക്ക് 1/2 കോടി രൂപയുടെ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. എങ്ങനെയും വരുമാനം കൂട്ടാനായി തച്ചങ്കരി നടത്തിയ ശ്രമമാണ് ഇതോടെ പൊളിഞ്ഞിരിക്കുന്നത്. KSRTCയിൽ അട്ടിമറിയിലൂടെ ഭരണം CITU യൂണിയൻ പിടിച്ചെടുത്ത അവസ്ഥയിലാണിപ്പോൾ. അച്ഛൻ പോയി കൊച്ചന്മാരെ ഞങ്ങൾ നോക്കിക്കൊള്ളാമെന്ന് വീമ്പ് പറഞ്ഞ് തച്ചങ്കരിയെ പുറത്താക്കി ഭരണം പിടിച്ചെടുക്കുകയായിരുന്നു യൂണിയൻകാർ. കണ്ണൂരിലെ പാർട്ടി ഗ്രാമത്തിന് സമാനമായി ഭീകരത അഴിച്ചുപിടിക്കുകയാണ് യൂണിയൻ നേതാക്കൾ. വർഷങ്ങളായി ശമ്പളത്തിന് പോലും വകയില്ലാതെ വലഞ്ഞ KSRTCക്ക് പുത്തനുണർവ് നൽകാൻ തച്ചങ്കരി നടപ്പാക്കി വിജയിപ്പിച്ച പരിഷ്കാരങ്ങളെല്ലാം മാറ്റിമറിക്കുന്നു. ഇതിൽ അവസാനത്തേതാണ് സീറ്റ് അഴിച്ചുമാറ്റം. തച്ചങ്കരിയുടെ ഡ്യൂട്ടി പരിഷ്കാരങ്ങൾ ഭരണപ്രതിപക്ഷ യൂണിയനുകൾക്കിടയിൽ കടുത്ത എതിർപ്പിന് കാരണമായിരുന്നു. ബസ് വാടകയ്ക്കെടുക്കലും മിന്നൽ സമരം മൂലമുള്ള നഷ്ടം യൂണിയൻ നേതാക്കളുടെ ശമ്പളത്തിൽ നിന്നും പിടിക്കാനുള്ള തീരുമാനവുമെല്ലാം വിപ്ലവകരമായിരുന്നു. ഇതിന്റെ പ്രതികാരമെന്നോണം തച്ചങ്കരിയെ പുകച്ച് പുറത്തു ചാടിച്ച യൂണിയനുകൾ KSRTCയെ സമ്പൂർണ്ണ നാശത്തിലേക്ക് കൊണ്ടുപോകുന്നതിന് തെളിവാണ് സീറ്റ് ഇളക്കി മാറ്റം. 80 ലോ ഫ്ലോർ AC ബസ്സുകളിൽ 1 മാസം മുൻപ് പിടിപ്പിച്ച 160 സീറ്റുകളാണ് ഈയിടെ ഇളക്കി മാറ്റിയത്. കണ്ടക്ടർമാരില്ലാതെ സർവീസ് നടത്താനുള്ള തീരുമാനത്തിന്റെ ഭാഗമായി പിന്നിലെ വാതിൽ അടച്ചുപൂട്ടുകയും ഓരോ ബസ്സിലും 2 സീറ്റ് വീതം അധികമായി പിടിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇതിലൂടെ കൂടുതൽ പേർക്ക് ഇരിക്കാൻ കഴിയും. ഇത് KSRTCക്ക് കൂടുതൽ പേർ ബസ്സിൽ കയറുന്നത് വരുമാന വർധനവുണ്ടാക്കുമെന്ന കണക്കുകൂട്ടലായിരുന്നു. ഒന്നിന് ഏകദേശം 30,000 രൂപ നിരക്കിലാണ് കോർപ്പറേഷൻ പുഷ് ബാക്ക് സീറ്റുകൾ വാങ്ങിയത്. എന്നാൽ വീൽ ചെയർ ഉപയോഗിക്കുന്നവർക്ക് ബസ്സിൽ കയറാൻ പുതിയ പരിഷ്കാരം തടസ്സമായതോടെ സീറ്റുകൾ അഴിച്ചുമാറ്റാൻ തീരുമാനമായി. തച്ചങ്കരിയോടുള്ള പകയാണ് ഇതിന് പിന്നിലെന്നാണ് സൂചന. യൂണിയനുകളുടെ നിർദ്ദേശം അനുസരിച്ചാണ് ഇത്തരത്തിലൊരു മാറ്റം വന്നത്. ലോ ഫ്ലോർ ബസ്സുകളിൽ 2 വാതിലുണ്ട്. അതുകൊണ്ട് തന്നെ വീൽ ചെയറുമായി വരുന്നവർക്ക് കയറാൻ മറ്റു വഴിയുണ്ട്. ഈ വസ്തുത പരിഗണിക്കാതെയാണ് സീറ്റുകൾ അഴിച്ചുമാറ്റിയത്. കണ്ടക്ടർ വേണ്ടെന്ന തീരുമാനം നടപ്പിലാക്കാതിരിക്കാൻ കൂടിയാണിത്. ഇളക്കി മാറ്റിയ സീറ്റുകളൊന്നും തൽക്കാലം മറ്റ് ബസ്സുകളിൽ ഉപയോഗിക്കാൻ കഴിയില്ല. ഇതാണ് KSRTCക്ക് നഷ്ടത്തിന്റെ കഥ നൽകുന്നത്. തച്ചങ്കരിയുടെ പരിഷ്കാരങ്ങളൊന്നും നടപ്പാക്കില്ലെന്ന് യൂണിയനുകൾ നിലപാടെടുത്തു കഴിഞ്ഞു. എല്ലാ ഡിപ്പോകളിലും തച്ചങ്കരി പോയതോടെ ഈ യൂണിയനുകൾ പിടിമുറുക്കുകയും ചെയ്തു. തച്ചങ്കരിയുടെ പരിഷ്കാരങ്ങൾ കണ്ടെത്താൻ പ്രത്യേക സംഘവുമുണ്ട്. അവരുടെ കണ്ണിലാണ് ലോ ഫ്ലോർ ബസ്സിലെ സീറ്റ് മാറ്റം കണ്ടത്. ഉടനെ അതും തന്ത്രപരമായി ഇളക്കി മാറ്റുകയായിരുന്നു. ഫെബ്രുവരി മാസത്തെ ശമ്പളം പോലും ഇത്തരം ഇടപെടൽ കാരണം കൃത്യമായി നൽകാൻ KSRTCക്ക് കഴിഞ്ഞിരുന്നില്ല. ഈ സാഹചര്യത്തിലാണ് KSRTCയുടെ സ്വയം നാശത്തിലേക്കുള്ള പോക്കിന് തെളിവായി സീറ്റിളക്കലും മറ്റു വാദങ്ങളും ചർച്ചയാകുന്നത്. KSRTCയെ രക്ഷിക്കാനാണ് തച്ചങ്കരി പിണറായി സർക്കാർ KSRTCക്ക് MD ആക്കിയത്. എല്ലാവരും പണിയെടുത്താലേ ആനവണ്ടി നഷ്ടത്തിൽ നിന്ന് കരകയറൂ എന്ന് തച്ചങ്കരി തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് തന്നെ യൂണിയൻ നേതാക്കൾക്കും പണിയെടുക്കേണ്ടി വന്നു. എല്ലാവരെയും ഹെഡ് ഓഫീസിൽ നിന്ന് സ്ഥലം മാറ്റി. അത് ഡ്യൂട്ടിയും റദ്ദാക്കി. ഇതോടെ യൂണിയൻ നേതാക്കളെല്ലാം പല വഴിക്കായി. ഭരണം MDയുടെ ചുമതലയിലും എത്തി. അതിനിടെ പല പരാതികൾ സർക്കാരിന് മുന്നിൽ MDക്കെതിരെ അവതരിപ്പിച്ചു. തുടക്കത്തിലൊന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ മുഖവിലക്കെടുത്തില്ല. പതിയെ യൂണിയനുകളുടെ സമ്മർദ്ദം അംഗീകരിക്കേണ്ടി വന്നു. CPM സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും തച്ചങ്കരിക്കെതിരെ നിലപാടെടുത്തു. അതിനിടെ ഗതാഗത മന്ത്രി AK ശശീന്ദ്രന്റെ അഴിമതി ശ്രമവും പൊളിഞ്ഞു. അങ്ങനെ തച്ചങ്കരി പുറത്തായി. ഇതോടെയാണ് ഭീകരത നിറച്ച KSRTCയുടെ ഓഫീസുകളിൽ വീണ്ടും യൂണിയനുകൾ എത്തിയത്. അതേസമയം കൊച്ചി കമ്മീഷണറായ MP ദിനേശാണ് പുതിയ MD. പോലീസിൽ CI ആയെത്തി IPS കിട്ടിയ ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം. അഴിമതിരഹിത പ്രതിച്ഛായയാണ് ദിനേശിനുള്ളത്. ഇനി വിരമിക്കാൻ 4 മാസമാണ് അദ്ദേഹത്തിനുള്ളത്. ഇത് മനസ്സിലാക്കിയാണ് KSRTCയുടെ തലപ്പത്ത് ദിനേശിനെ നിയോഗിച്ചത്. യൂണിയനുകളോട് സഹകരിച്ചില്ലെങ്കിൽ ഈ IPSകാരന് 4 മാസം കഴിയുമ്പോൾ സർവീസിൽ നിന്ന് പിരിയേണ്ടി വരും. അതുകൊണ്ട് തന്നെ യൂണിയനുകളെ പിണക്കാതെയാണ് അദ്ദേഹത്തിന്റെ ഭരണം. ന്യൂസ് ഡെസ്ക് മറുനാടൻ TV.